2026 അതിശക്തമായ നീക്കമാണിപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അമിത്ഷായുടെ പ്രഖ്യാപനം തന്നെ ഉണ്ടായി 2026 കേരളത്തിൽ BJP അധികാരത്തിൽ വരും എന്ന്. അത് വളരെ ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് അണികൾ കാണുന്നത്. അങ്ങനെ 26 അധികാരത്തിലെത്തിയില്ലെങ്കിലും നിയമസഭയിൽ BJPയുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു 20 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയം BJPക്ക് ഉറപ്പിക്കാവുന്നതാണ്. 11 ഇടങ്ങളിൽ വിജയം ഉറപ്പ്, 9 ഇടങ്ങളിൽ ഒരു ചെറിയ അധ്വാനവും കൂടി നടത്തിയാൽ 20 ഇടങ്ങളിൽ എത്താം എന്നുള്ള ഒരു പ്രതീക്ഷ BJP സംസ്ഥാന ഘടകത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള നീക്കമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത്. അതിൻ്റേതായ രീതിയിൽ ഒരു മുൻനിര നേതാക്കന്മാരെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികളായിട്ട് കൊണ്ടുവരുന്നതിൽ നീക്കം അണിയറയിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, V മുരളീധരൻ ഇങ്ങനെയുള്ളവരെയൊക്കെ തന്നെ വേണം ആദ്യം നിയമസഭയിൽ എത്തിക്കേണ്ടത്. കാരണം ഇവരെല്ലാം BJPയുടെ മുൻനിര നേതാക്കന്മാരും മുൻകാലങ്ങളിൽ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും മത്സരിച്ച് ഓരോ മണ്ഡലത്തിലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചവരുമാണ്. അവരെ വിജയ ഉറപ്പായിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് തന്നെ വിടുമ്പോൾ BJPയിലെ പുതുമുഖങ്ങൾ, അതായത് യുവനിരയെയും അതിന് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ കാണുന്നത്. അങ്ങനെ പുതുനിരയെ കൊണ്ടുവരുമ്പോൾ ഈ ക്രൈസ്തവ വിഭാഗത്തിനെ കൂടി കൂടുതൽ അടുപ്പിക്കുന്ന തരത്തിൽ BJPയിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഷോൺ ജോർജ്. PC ജോർജിൻ്റെ മകനാണ്. PC ജോർജിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഷോൺ ജോർജിന് BJPയിലുണ്ട്. വഖഫ് ഭേദഗതി ബില്ലും അതുപോലെ തന്നെ മുനമ്പം വിഷയവും ഒക്കെ വന്നപ്പോൾ ഈ ക്രൈസ്തവ സഭയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കുന്നതിൽ ഷോൺ ജോർജ് വളരെയധികം വിജയിച്ചു എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഷോൺ ജോർജുമായിട്ട് ക്രൈസ്തവ സഭയും ബിഷപ്പുമാരും കൂടുതൽ കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബിഷപ്പുമാരും ക്രൈസ്തവരും ഒക്കെ തന്നെ ഇപ്പോൾ ഷോൺ ജോർജിനെയാണ് സമീപിക്കുന്നത്. ഷോൺ ജോർജ് അങ്ങനെ കേരളത്തിലെമ്പാടും തന്നെ ഒരു BJPയുടെ ഒരു പുതിയ യുവനിര താരമായി മാറിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിശ്വസ്തനാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ കൂടിയാണ് ഷോൺ ജോർജ്. അങ്ങനെയുള്ള ഷോൺ ജോർജിന് BJPയുടെ മുൻനിര നേതാക്കന്മാരോടൊപ്പം തന്നെ വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്ക് എത്തിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ നിന്ന് ഷോൺ ജോർജിനെ മത്സരിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഷോൺ ജോർജ് ഇതിനു മുമ്പ് പറഞ്ഞത് പൂഞ്ഞാറിൽ തരിക, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പാല തരിക എന്നാണ്. കാരണം ഈ പൂഞ്ഞാറായാലും പാലയായാലും പൂഞ്ഞാറിൽ ഷോൺ ജോർജിന് അതിൻ്റേതായ രീതിയിൽ ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം, അതുപോലെ PC ജോർജിനുള്ള ബന്ധം. PC ജോർജ് 2021 പരാജയപ്പെട്ടെങ്കിലും 2016 കേരളത്തിലെ ഇരു മുന്നണികളുടെയും പിന്തുണയില്ലാതെ ജയിച്ച ഒരാളാണ് PC. ആ PCയുടെ മകന് ഷോൺ ജോർജിന് പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചു കയറാമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അതുപോലെ പാലയിൽ നിന്നും തനിക്ക് ജയിക്കാം എന്ന് കരുതുകയും ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ വളരെ സുരക്ഷിതമായ മണ്ഡലത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുപോകുന്നത്, കുട്ടനാട് മണ്ഡലത്തിലേക്ക്. ഈ കുട്ടനാട് മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണെങ്കിലും ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം നമ്മൾ കണ്ടതാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം കുറിച്ച ഒരിടമാണ്. അവിടെ മത്സരിക്കുമ്പോൾ ഈഴവ വിഭാഗത്തിലുള്ള നല്ല വോട്ട് വിഹിതം കൂട്ടാനായിട്ട് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ്.
2,99,000 വോട്ടാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ നേടിയത്. കായംകുളത്ത് 1-ാം സ്ഥാനം. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് BJP CPM-നെ 3-ാം സ്ഥാനത്തേക്കാണ് മാറ്റി നിർത്തിയിട്ട് 2-ാം സ്ഥാനത്തെത്തുകയാണ് ചെയ്തത്. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് പോലും ഭീഷണി ഉയർത്തുന്നതാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലാണെങ്കിലും കുട്ടനാട് ഈ കോട്ടയം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന മണ്ഡലം കൂടിയാണ് കുട്ടനാട്. അവിടെ ചങ്ങനാശ്ശേരി, തൊട്ടടുത്ത് ചങ്ങനാശ്ശേരി NSS ആസ്ഥാനമാണ്. അതുപോലെ തന്നെ സീറോ മലബാർ കത്തോലിക്കരുടെയും ആസ്ഥാനമാണ്. 70% സീറോ മലബാർ സഭ കത്തോലിക്കർ ഉള്ള ഇടമാണ് കുട്ടനാട്. ബാക്കി SNDP വിഭാഗത്തിൽപ്പെട്ടവരും വരുന്നുണ്ട്. ഈ SNDP വിഭാഗത്തിലുള്ളവരുടെ വോട്ട് നേടിയെടുക്കുന്നതിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് നിലനിർത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ വോട്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ചെടുക്കാനായിട്ട് ഷോൺ ജോർജിന് കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഷോണിനുമുണ്ട്, BJP സംസ്ഥാന ഘടകത്തിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ഷോണിന് സാധിച്ചു. അതുപോലെ ഷോൺ ജോർജിന് പല കാര്യങ്ങളിലും വീണ വിജയൻ്റെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന യുവനേതാവാണ്. BJPയിലെ ഒരു യുവനിരയിലെ ഒരു തീവാറുന്ന വ്യക്തി തന്നെയാണ് ഷോൺ ജോർജ്. അപ്പോൾ LDF-നാണെന്നുണ്ടെങ്കിൽ അവിടെ തോമസ് ആണ് അവിടെ മത്സരിക്കുന്നത്. UDF-ൽ നിന്ന് കേരള കോൺഗ്രസുമാണ് മത്സരിച്ച് പോരുന്നത്. ഇത് LDF-ൻ്റെ തോമസിന് നിന്ന് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിക്കുകയാണ്. കാരണം NCPയെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനാണ് CPM ആഗ്രഹിക്കുന്നത്. CPM ഇപ്പോൾ ഘടകകക്ഷികളെ ഒക്കെ തന്നെ വിഴുങ്ങുന്ന ലക്ഷണമാണ് കാണുന്നത്. ചിലരുടെയൊക്കെ തന്നെ മണ്ഡലവും പിടിച്ചെടുക്കും. ഈ ഒറ്റയാൾ പട്ടാളമായിട്ടൊക്കെ നിൽക്കുന്ന, പ്രത്യേകിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസ് പോലുള്ള ആന്റണി രാജുവിൻ്റെ കൊടുത്തിരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലം അത് CPM പിടിച്ചെടുക്കും. അതുപോലെ കടന്നപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും പ്രായാധിക്യത്താൽ മത്സര രംഗത്തേക്ക് വരില്ല. ആ കണ്ണൂർ മണ്ഡലവും CPM ആയിരിക്കും പിടിച്ചെടുക്കുക. അപ്പോൾ ഒരു ജനാധിപത്യ മര്യാദ വിട്ടുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് CPM മാറുന്നു, ഘടകകക്ഷികളെ വിഴുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം നിൽക്കുകയും കൂടിയാണ്. കേരളമൊട്ടുക്ക് ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോൾ അവിടെ UDF-നൊന്നും വേണ്ട തരത്തിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസവുമുണ്ട്. അപ്പോൾ BJP മുന്നേറ്റം കുറിക്കാൻ കഴിയുന്ന ഇടമാണ്, BJPക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഇടവുമാണ്. അത് ഷോൺ ജോർജിന് വളരെ സുരക്ഷിതമായിട്ട് ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലമായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ഇടത്തേക്കാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന ഘടകം ഷോൺ ജോർജിനെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്.